പിശാചിനി. രചന ശ്രീ മിഥുൻ മോഹൻ. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഒരു പതിറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന വടക്കൻ മലബാറിലെ പേരുകേട്ട ഇല്ലമാണ് പാലക്കൽ മന. അവിടെ പ്രതാപശാലികളായ നമ്പൂതിരിമാർ ജീവിച്ചിരുന്നു. അതിലേറ്റവും പ്രഗത്ഭനായ നമ്പൂതിരിയായിരുന്നു രുദ്രദേവൻ ഭട്ടതിരി. പേരുപോലെ തന്നെ സ്വഭാവവും. ദേഷ്യം വന്നാൽ എതിരാളിയുടെ സർവനാശം കണ്ടിട്ടേ അദ്ദേഹം പിന്മാറുള്ളൂ. കോപത്തിൽ ദുർവാസാവിന് തുല്യം. അവിടെ വേളി കഴിച്ചു കൊണ്ടുവന്നത് വടക്കേപ്പാട്ടില്ലത്തെ ഇപ്പോഴുള്ള ഉമാ അന്തർജനത്തെയാണ്. വടക്കേപ്പാട്ട് മനയിൽ അകന്ന ഒരു ബന്ധത്തിൽപ്പെട്ട ശങ്കരൻ നമ്പൂതിരി ഇല്ലം വാങ്ങി അവിടെ താമസമാക്കുകയായിരുന്നു. തെക്കേപ്പാട്ടില്ലം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അത്. ശങ്കരൻ നമ്പൂതിരിയുടെ കീർത്തി നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ഇതു മനസ്സിലാക്കിയാണ് രുദ്രൻ അവിടെ സംബന്ധം കൂടാൻ തീരുമാനിച്ചത്. യക്ഷഗന്ധർവനെ വരെ വരച്ച വരയിൽ നിർത്താൻ രുദ്രന് കഴിയും. പക്ഷേ അയാൾക്കൊരിക്കൽ പോലും ജയിക്കാൻ കഴിയില്ലെന്ന് കരുതിയ ശങ്കരൻ നമ്പൂതിരിയോടുള്ള പകയാണ് ഉമയെ വേളി കഴിക്കാൻ തീരുമാനിച്ചത്. സാധുവായ ഉമയുണ്ടോ ഇതറിയുന്നു. ഏതായാലും രുദ്രന്റെ ഉള്ളിലുള്ള രഹസ്യം ഇതായിരുന്നു: എങ്ങനെയും തനിക്ക് യക്ഷിയുമായി രമിക്കുക, അതിലൂടെ തനിക്ക് നിത്യയൗവനം ലഭിക്കുക, അതിനനുയോജ്യയായ യുവതിയെ കണ്ടെത്തണം. അവളിലൂടെ മാത്രമേ തനിക്കതിന് സാധ്യമാകൂ. സാധാരണ യക്ഷിയെ കൊണ്ട് കഴിയില്ല. അത്രയും ശക്തി അവറ്റകൾക്കില്ല. അതിന് ഘോര പിശാചിനിയെ തന്നെ വരുത്തണം. അവൾക്ക് 100 കന്യകമാരെ ബലി കൊടുത്തേ തനിക്കത് സാധ്യമാകൂ. ആയതുകൊണ്ട് ഉമയെ ആദ്യം യക്ഷിണിയാക്കുക, അതിനുശേഷം അവൾ മുഖാന്തിരം മറ്റ് കന്യകമാരെ കണ്ടെത്തുക. ഹോമം തുടരുന്നതിനിടയിൽ രുദ്രന്റെ മനം ഇങ്ങനെ മൊഴിഞ്ഞു. മുമ്പിൽ അർത്ഥനഗ്നയായ ഉമാന്തർജനം. അവൾ ഒരു ശിലാപ്രതിമ കണക്കെയായിരുന്നു. തന്റെ ജീവനിൽ പകുതി ഇപ്പോൾ ഒരു യക്ഷിണിയായിക്കൊണ്ടിരിക്കുന്ന കാര്യം അവളുണ്ടോ അറിയുന്നു. ഹോമത്തിലെത്തി ആളിക്കൊണ്ടിരുന്നു. അസ്പഷ്ടമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് രുദ്രൻ നെയ് കോരി ഒഴിച്ചു. പിന്നെ അരളിപ്പൂവ് അതിലേക്ക് സമർപ്പിച്ചു. എരിക്കിൻ പൂവ്, എള്ള് സമാസമം ഹോമിച്ചു. തീയുടെ നിറം പതുക്കെ മാറാൻ തുടങ്ങി. അതിന്റെ വലിപ്പം ഇരട്ടിയായി മച്ചിനൊപ്പം തീയുയർന്നു. ചുവന്ന നിറം കൈവന്ന തീയുടെ ഉള്ളിൽ ഒരു ഭീകര രൂപം തെളിഞ്ഞു വന്നു. അതിന്റെ വായിൽ നിന്നും രക്തമിറ്റിറ്റു വീണു. ഒറ്റക്കൊമ്പുള്ള ആ ഭീകര സ്വത്വം ഉറക്കെ അലറി. സാധാരണ ഒരു മനുഷ്യനാണ് ഇത് കാണുന്നതെങ്കിൽ ക്ഷണനേരത്തിൽ തന്നെ മരിച്ചു പോകുമായിരുന്നു. പക്ഷേ രുദ്രൻ സന്തോഷം കൊണ്ട് സ്വയം മറന്നിരിക്കുകയായിരുന്നു. അയാൾ ആ ഭീകര രൂപിയെ ആപാദചൂടം ദർശിച്ചു. കറുത്ത നിറം, ഒറ്റക്കൊമ്പ്, വട്ടക്കണ്ണുകൾ, കൂട്ടുപുരികം, കഴുകന്റെ ചുണ്ടുപോലുള്ള മൂക്ക്, കടുവയെപ്പോലെ വികൃതമായ വായ, കൂർത്തുമൂർത്ത പല്ലുകൾ, ദേഹം മുഴുവൻ രോമാവൃതം, വായുടെ ഇരു കോണിലൂടെ രക്തമൊലിച്ചിറങ്ങുന്നു. തീപ്പന്തം പോലെ കണ്ണുകൾക്ക് ക്രൗര്യം. പക്ഷേ തീയിൽ നിന്നുയർന്നു വന്ന അതിന് അഗ്നിയേക്കാൾ ചൂടനുഭവപ്പെട്ടു രുദ്രന്. അയാൾ അല്പം ഉറക്കെ ആ രൂപത്തോട് പറഞ്ഞു: ഹേ രക്തപിശാചേ, നീ എനിക്കൊരു കാര്യം സാധിച്ചു തരണം. ആ ഭീകരൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു: മഹാമാന്ത്രിക, എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പറയൂ, എന്താണ് എന്നിൽ നിന്ന് അങ്ങേക്കുള്ള സഹായം ആവശ്യമുള്ളത്? എന്നെ ഒരുപാട് നാളുകളായി ഒരു മാന്ത്രികനും വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങ് ധീരൻ തന്നെ. പറഞ്ഞാലും ആ ഭീകരസത്വം പറഞ്ഞു നിർത്തി. സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്ന ഏതൊരുവന്റെ അന്ത്യവും ഭയാനകമായിരിക്കും. സ്വയം മറന്ന രുദ്രൻ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് 100 കന്യകമാരെ വേണം. അവരുടെ രക്തം കൊണ്ട് എനിക്ക് അതിഭയങ്കരിയായ പിശാചിനിയെ സൃഷ്ടിക്കണം. അതിനായി നിന്റെ ശക്തിയുടെ പകുതി എനിക്ക് നൽകണം. കാരണം അവളുടെ ശക്തിയെ ഉൾക്കൊള്ളാൻ എനിക്കൊറ്റയ്ക്ക് കഴിയില്ല. നഗ്നപൂജയിലൂടെ എന്റെ അന്തർജനത്തെ ഇപ്പോൾ ഞാൻ പകുതി യക്ഷിണിയാക്കി കഴിഞ്ഞു. ഇവളിലൂടെ വേണം എനിക്ക് ശങ്കരൻ നമ്പൂതിരിയെ തോൽപ്പിക്കാൻ. ഇവിടെ ഒരു മഹാമാന്ത്രികൻ മതി, അത് ഈ രുദ്രദേവൻ മാത്രം. അയാൾ അട്ടഹസിച്ചു. ഇത് കേട്ട രക്തപിശാച് സ്വന്തം നാവ് നുണഞ്ഞുകൊണ്ട് അരുളി ചെയ്തു: അങ്ങയുടെ ആഗ്രഹം എന്താണോ അതുതന്നെ നടക്കട്ടെ. എന്നിട്ട് രക്തപിശാച് തന്റെ രൂപത്തിൽ നിന്ന് വിഘടിക്കുവാൻ തുടങ്ങി. അതൊരു പുകച്ചുരുളായി.
തീയിൽ നിന്ന് വേർപെട്ട് ഇല്ലത്തിലെ പൂജാമുറിയിലെ വലിയ ജാലകത്തിലൂടെ പുറത്തേക്കൊഴുകി. സുബോധത്തിന്റെ അല്പം കണിക പോലും ഉമാ അന്തർജനത്തെ ഉണർത്തിയിരുന്നില്ല. പാതി മയക്കത്തിലായ അവളുടെ പൂമേനിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. അവളിലെ സ്ത്രീ സൗന്ദര്യം ആവോളം ആസ്വദിച്ചുകൊണ്ട് രുദ്രൻ അവളെ നോക്കിയിരുന്നു. നീണ്ടു വളർന്ന അളകഭാരം, പരന്ന നെറ്റിത്തടം, മഴവില്ല് പോലെ പുരികം, തീക്ഷ്ണതയുള്ള കണ്ണുകൾ, നീണ്ട മൂക്ക്, റോസാദളങ്ങൾ ഒട്ടിച്ച പോലുള്ള അധരങ്ങൾ, ചുഴികൾ നിറഞ്ഞ കവിളുകൾ, ശംഖ് പോലുള്ള കഴുത്ത്, രണ്ടു ചെറിയ കുടങ്ങൾ പോലെ സ്തനങ്ങൾ, പൊക്കിൾ ചുഴി, എല്ലാം ഒഴിയുകയാണ് രുദ്രദേവൻ. പേര് ദേവന്റെയെങ്കിലും പെരുമാറ്റം അസുരന്റെയും. അയാൾ അടുത്തിരുന്ന വാൽക്കിണ്ടി ഇടത് കൈയിലെടുത്തു. എന്നിട്ട് വലത് കൈയിലേക്ക് അതിലുള്ള ജലം കുറേശ്ശെ ഒഴിച്ചു. രുദ്രൻ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. രക്തേശ്വരി പ്രചണ്ഡമാരുതേ ഹും ഫട്ട് സ്വാഹ. അയാൾ ആ ജലം ഉമയുടെ മുഖത്തേക്ക് തളിച്ചു. അവൾ പതിയെ കണ്ണുകൾ ഇമച്ചിമ്മി. അന്തർജനത്തിന് സ്ഥലകാലബോധം തിരികെ കിട്ടി. അവിടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവാണെന്ന ഓർമ്മ പോലുമില്ലാതെ അവൾ അടുത്തു കിടന്ന നേരിയതെടുത്ത് മാറുമറയ്ക്കാൻ ശ്രമിച്ചു. അത് കണ്ട രുദ്രൻ പറഞ്ഞു, എല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് നീ ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികനാകാൻ നിന്റെ ഭർത്താവിന് യോഗ്യതയില്ലെന്നാണോ ഉമ കരുതുന്നത്? നിന്നെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഭാര്യയാക്കും. അത് കേട്ട അന്തർജനം പുച്ഛം കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു, സ്വന്തം ഭാര്യയെ നിർവാണമായി ഇരുത്തുന്ന ഭർത്താവിന്റെ മനസ്സ് ശുദ്ധമല്ല എന്നുള്ള കാരണം കൊണ്ട് അങ്ങേത് നരകത്തിൽ ചെന്ന് പതിക്കുമെന്ന് ഈശ്വരന് പോലും പറയാൻ കഴിയില്ല. എന്റെ സ്വമനസ്സാല മാത്രമേ പൂജയിൽ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങയുടെ ലക്ഷ്യം എന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നതാണ്. അതിന് എന്നെ കരുവാക്കുന്നു. ഇത് കേട്ട രുദ്രൻ ഒന്ന് ഞെട്ടി. തന്റെ മനസ്സിലുള്ള കാര്യം ഇവൾ പറയുന്നു. തന്നെയുമല്ല, ഇവൾ പറയുന്ന സത്യം തന്റെ മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ രുദ്രൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഉമയുടെ പുച്ഛഭാവം അയാളെ ചൊടിപ്പിച്ചു. നിന്നെ ഞാൻ എന്റെ അന്തർജനമായിട്ട് ഇതുവരെ കരുതിയിട്ടില്ല. നിനക്കിവിടുന്ന് സ്വയം ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഈ ഇല്ലത്തിന്റെ അതിർത്തി കിടക്കാൻ എന്റെ അനുവാദം വേണം. ഇത് പറഞ്ഞിട്ട് അയാൾ അട്ടഹസിച്ചു. അവളെ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി അയാൾ അസ്പഷ്ടമായി എന്തോ ഉരുവിട്ടു. അടുത്ത ക്ഷണത്തിൽ അടഞ്ഞുകിടന്ന ജാലകം കൊളുത്തുകൾ പറഞ്ഞ് ഇരുവശത്തേക്ക് മലർക്ക തുറന്നു. പെട്ടെന്നുള്ള ശബ്ദം കാരണം ഉമ വല്ലാതെ ഭയന്നു. അവൾ അവിടേക്ക് നോക്കിയതും ആരെയും ഭയപ്പെടുത്തുന്ന ഒരു രൂപം, ചുവന്ന കണ്ണുകൾ. പക്ഷേ അതൊരു ഇരുട്ടുകൊണ്ട് നിർമ്മിച്ച പോലെയായിരുന്നു. അതകത്തേക്ക് കടന്നു. എന്നിട്ട് ആ പൂജാമുറിയിൽ വട്ടം ചുറ്റുവാൻ തുടങ്ങി. അലറി വിളിച്ചുള്ളതിന്റെ കോലാഹലം, പിന്നെയും ആ രൂപത്തെ പോലെ വേറൊന്ന്. അങ്ങനെ അവരുടെ തലയ്ക്ക് മുകളിലൂടെ 4 വിചിത്ര രൂപികൾ കറങ്ങിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ചയും അട്ടഹാസവും കേൾക്കാനുള്ള ത്രാണിയില്ലാതെ അന്തർജനം ഇരുചെവികളും പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ചു. രുദ്രൻ അലറിച്ചിരിച്ചു. കുറച്ചു നിമിഷങ്ങൾ അവയെല്ലാം എവിടെയോ അപ്രത്യക്ഷമായി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അപ്പോഴും അയാൾ മന്ത്രജപങ്ങൾ തുടരുകയായിരുന്നു. സ്വന്തം വിരലിൽ മുറിവുണ്ടാക്കി അതിൽ നിന്നൊഴുക്കിയ രക്തം ഹോമത്തിൽ വീണുകൊണ്ടിരുന്നു. അയാളുടെ കണ്ണുകൾ ചുവന്ന് ഭയാനക രൂപം പൂണ്ടിരുന്നു. എന്നിട്ട് അയാൾ ഉറക്കെ പറഞ്ഞു, ഉമേ, നീ വാതിൽ തുറന്ന് നമ്മുടെ ഇല്ലത്തിന്റെ അതിർത്തി നോക്കൂ. അവിടെ നിനക്ക് കാണാം എന്റെ രക്ഷാമൂർത്തിയെ. അതു പറഞ്ഞതും വാതിൽ മലർക്ക തുറന്നതും ഒപ്പമായിരുന്നു. ഉമയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുൻപിലുള്ള ചുവരും കടന്ന് തന്റെ കാഴ്ച നിൽക്കുന്നത് തറവാടിന്റെ പടിപ്പുരയിലായിരുന്നു. അവിടുള്ള കാഴ്ച അതിലും ഭീകരമായിരുന്നു. പടിപ്പുരയുടെ 2 മടങ്ങ് വലിപ്പത്തിൽ മുടിയഴിച്ചു കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളുടെ നടുവിൽ ഒരു ഭയാനക മുഖം. 2 കണ്ണുകൾ ചുവന്നു തിളങ്ങുന്നു. കോമ്പല്ലുകൾ 2ഉം പുറത്തു കാട്ടി അലറിച്ചിരിക്കുന്ന യക്ഷി. അവളുടെ വായിലൂടെ നിണമൊലിച്ചിറങ്ങി. അവൾ അട്ടഹസിച്ച് ഉമയോട് ചോദിക്കുന്നു, നിനക്കെന്നെ കടന്ന് പുറത്തു പോകണം അല്ലേ? ഈ പടിപ്പുരയുടെ അവസാന പടി കിടക്കുന്ന നിമിഷം നിന്നെ പിച്ചി ചീന്തി വലിച്ചെറിയും ഞാൻ നിന്റെ തറവാട്ടിലേക്ക്. അത് കണ്ട് നിന്റെ അച്ഛൻ ഭയക്കും. യക്ഷിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി വിറച്ചുപോയി ആ സാധു അന്തർജനം. മാന്ത്രികൻ പിന്നെയും മന്ത്രങ്ങൾ തുടർന്നു. പ്രചട പ്രചട ഘോര ഘോര വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ
അഘോരയ ഹും ഫട്ട് സ്വാഹ. നിസ്സഹായയായ അവസ്ഥയോടെ ഉമ രുദ്രനെ നോക്കിയതേയുള്ളൂ. ഇനി തനിക്ക് രുദ്രന്റെ ആഗ്രഹമനുസരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്ന് തീർച്ചയാക്കിയ അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിയുന്നില്ല. അവൾ പിന്നെയും ശ്രമിച്ചു. മനസ്സിൽ ഒന്നും തെളിയുന്നില്ല. തികച്ചും അന്ധകാരം മാത്രം. ഏതോ കോണിൽ നിന്ന് കേൾക്കുന്ന പോലെ രുദ്രന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം അവളെ പിന്നെയും കണ്ണു തുറപ്പിച്ചു. അയാൾ ഇങ്ങനെ പറഞ്ഞു: നിനക്ക് ഒരു ഈശ്വരനെയും മനസ്സിൽ വരുത്താൻ കഴിയില്ല. അവിടെയും ഞാൻ ബന്ധനത്തിലാക്കി കഴിഞ്ഞു. നീ ഇനി യക്ഷിണിയാവാൻ അധിക നാൾ വേണ്ട. വെറും 3 നാൾ കൂടി നിനക്ക് മനുഷ്യ സ്ത്രീയായി കഴിയാം. അതിനുശേഷം എന്റെ ആജ്ഞാനുവർത്തിയായ രക്തരക്ഷിണിയായി നിനക്ക് വിഹരിക്കാം. പിന്നീട് നിന്റെ യഥാർത്ഥ രൂപം കാണുന്ന മാത്രയിൽ മനുഷ്യൻ ബോധരഹിതനാകും. നിന്റെ ലക്ഷ്യം ഇനി ഇതുമാത്രം: സ്വന്തം ഭർത്താവിന്റെ ഉയർച്ചയിൽ കാരണക്കാരിയായി എന്ന് അഭിമാനിക്കാം. അപ്പോഴും അവൾ ഒരു പരിഹാസ ചിരിയിലൂടെ അയാളെ നോക്കുക മാത്രം ചെയ്തു. സുകുമാരൻ വളർന്ന് ഇപ്പോൾ ഒരു യുവാവായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അപ്പൂപ്പൻ പറഞ്ഞ കഥ അവൻ മറന്നിരുന്നു. അവനിപ്പോ സാഹിത്യത്തിൽ ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു കഥാകാരനാണ്. സ്വന്തം പേര് ചുരുക്കി അവൻ സുകുമാർ എന്നാക്കി. എന്നാലും അവൻ സമയം കിട്ടുമ്പോഴൊക്കെ ചിറ്റിലഞ്ചേരിയിലെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണവുമുണ്ട്. അവിടെ അത്ര പ്രശസ്തമല്ലാത്തൊരു നായർ തറവാടുണ്ട് പടിഞ്ഞാറ്റത്തിൽ. അവിടുത്തെ ഇളയ മകൾ സീമയുമായി സുകുമാറിന് പ്രണയമുണ്ട്. അവൾക്ക് സുകുമാറിനോട് ഒരുതരം ആരാധന കലർന്ന ഭാവമായിരുന്നു. അയാളുടെ ഓരോ കൃതിയും അവൾ കാത്തിരുന്നു, വായിച്ചു തീർക്കുമായിരുന്നു. ഏതായാലും അവധിക്കാലം എത്തി. അവളുടെ കോളേജ് വിദ്യാഭ്യാസം ആരംഭിക്കാൻ ഇനി 1 മാസം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ അവൾക്ക് അവനെ കാണാൻ അനുവാദമുണ്ടെന്ന് വരില്ല. അവളുടെ സഹോദരൻ പഠിക്കുന്ന കോളേജിലാണ് അവൾക്കും അഡ്മിഷൻ കിട്ടിയത്. അവളുടെ സഹോദരൻ സുകേശന് സുകുമാറിനോട് അത്ര താല്പര്യമില്ല. ചെറുപ്പത്തിൽ സുകുമാർ അവനെ വഴിയിലിട്ട് തല്ലിയിട്ടുണ്ട്. അവൻ വഴിയിലിരുന്ന് കഞ്ചാവ് ബീഡി വലിച്ചത് സുകുമാർ ചോദ്യം ചെയ്തു. ഇതിൽ കുപിതനായ സുകേശൻ അവനെ അടിക്കാൻ മുന്നോട്ട് ചെന്നത് മാത്രം ഓർമ്മയുണ്ട്. കവിളടക്കമൊന്ന് കിട്ടിയപ്പോ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു. ആ അടി അവന്റെ മനസ്സിൽ പകയുണ്ടാക്കി. അതിന് പ്രതികാരം പോലെയാണ് സീമയുടെ അഡ്മിഷൻ മനഃപൂർവ്വം അവൻ സ്വന്തം കോളേജിൽ തന്നെ ചെയ്തതും. നല്ല മാർക്കോടെ പാസ്സായ സീമയ്ക്ക് വേണ്ടി സുകുമാർ മറ്റൊരു നല്ല കോളേജിൽ ശ്രമിച്ചതാണ്. അതിന് അവൻ വിലങ്ങുതടിയായി. സീമയ്ക്ക് എതിർത്തു പറയാനും കഴിഞ്ഞില്ല. അവൻ അത്രയും മോശമായിട്ടേ അവളോട് പെരുമാറുള്ളൂ എന്നും അവളെ ഉപദ്രവിക്കും എന്നും അവൻ അറിയാമായിരുന്നു. അച്ഛന്റെ അതേ സ്വഭാവം. സീമ നേരെ തിരിച്ചും എല്ലാം അവനോട് ക്ഷമിക്കും. ഒരേ ഒരു ആങ്ങളെയല്ലേ, കുറച്ചുകൂടി പ്രായമെത്തുമ്പോ ഇതിനൊരു കടിഞ്ഞാണുണ്ടാകും എന്നവൾ പ്രത്യാശിച്ചു. പക്ഷേ കോളേജിൽ പോകാനുള്ള ഭാഗ്യം അവനുണ്ടായിരുന്നില്ല. ചിറ്റിലംചേരിയിൽ പിന്നെയും ദുരന്തങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആരംഭം സുകേശനിലൂടെയും. അന്നൊരു വെള്ളിയാഴ്ച, കറുത്ത അമാവാസി ദിനം. വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് സുകേശനോട് ജയന്തി പറഞ്ഞു: മോനെ, ഇന്ന് അമാവാസിയാണ്, കൂടെ വെള്ളിയാഴ്ചയും. ഇന്നെങ്കിലും നേരത്തെ എത്തണേ. ഒന്നാമത് നീ വരുന്ന വഴിയിൽ നല്ല വെളിച്ചമില്ല. അവിടെ മുഴുവൻ കാടാ. 10 മണിവരെ കവലയിൽ ഇരിക്കാതെ ഇങ്ങനെ പോരാൻ നോക്ക്. സുകേശൻ നിസ്സാരമാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എന്താ അമ്മേ, ഞാൻ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെയൊക്കെ പറയാൻ? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് അല്ലേ. പോരെങ്കിൽ എന്റെ കയ്യിൽ ടോർച്ചുമുണ്ട്. എനിക്ക് അന്ധവിശ്വാസം തീരെയില്ല. ഞാൻ എന്നും വരുന്ന സമയത്തേ വരൂ. ഇത് പറഞ്ഞിട്ട് ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ടോർച്ച് കയ്യിലെടുത്തു. ഷർട്ടിന്റെ കൈകൾ തെറുത്തു കയറ്റിയിട്ട് അവൻ മുണ്ടു മടക്കി കുത്തി. എന്നിട്ട് ചെരുപ്പുകൾ ധരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അമ്മ മകളായ സീമയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. സീമ അതിന് മറുപടി ഒന്നും പറയാതെ തന്റെ മുറിയിലേക്ക് നടന്നു. സീമ, അവളുടെ അഴക് ഒരു ദേവതയ്ക്ക് തുല്യമായിരുന്നു. നീണ്ട കേശം, നീണ്ട മിഴികൾ, കൊത്തിയെടുത്ത പോലുള്ള നാസിക, ചെമ്പരത്തി ഇതളുകൾ വെട്ടിയൊട്ടിച്ച പോലുള്ള അധരങ്ങൾ, നീണ്ട മുഖം, ശില്പി നിർമ്മിച്ച ശിലയിൽ കാണുന്ന പോലുള്ള കുജങ്ങൾ, ഉയർന്നു നിൽക്കുന്ന നിതംബങ്ങൾ. പട്ടുപാവാടയാണ് അവളുടെ ആവരണം. ഇത്രയുമായാൽ സീമ എന്ന യുവതിയായി. അവൾക്ക് ഉമാ അന്തർജനത്തെ വലിയ ബഹുമാനമാണ്. വല്ലപ്പോഴും ദേവീക്ഷേത്രത്തിൽ കാണാറുള്ളതുമാണ്. പക്ഷെ ഇപ്പോ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു അവരെ കണ്ടിട്ട്. ചിലപ്പോ അമ്പലത്തിൽ വരാൻ പറ്റാതെയും ആകാനുള്ള സാധ്യതയുണ്ട് അവൾ മനസ്സിൽ വിചാരിച്ചു. അവൾ തന്റെ കിടക്കറയിൽ കയറി വാതിലടച്ചു. കിടക്കയിൽ കിടന്നു. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. ആ പെൺകുട്ടിയുടെ മനസ്സ്
ഇപ്പോൾ ഒരാളെ മാത്രമാണ് ഓർമ്മയിൽ വരച്ചത്. അത് സുകുമാരനെയായിരുന്നു. നിദ്രാദേവത അവളുടെ മിഴികളിൽ പതിയെ വന്നു. നേരം കടന്നുപോയത് സീമ അറിഞ്ഞില്ല. തന്റെ കിടപ്പുമുറിയുടെ വാതിലിൽ ആരോ ഉറക്ക തട്ടുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. സുന്ദര സ്വപ്നം കണ്ടു കിടന്ന അവൾ സ്ഥലകാല ബോധത്തിലെത്താൻ കുറച്ചു നിമിഷങ്ങൾ വേണ്ടി വന്നു. കതകിൽ മുട്ടുന്നത് അമ്മയാണ്. മോളെ, നീയൊന്ന് എഴുന്നേറ്റേ, അവൻ ഇതുവരെ ഇങ്ങെത്തിയില്ല. നേരം 11 മണി കഴിഞ്ഞു. അച്ഛൻ അവനെ കവലയിൽ കണ്ടിരുന്നു. വിളിച്ചിട്ട് കൂടെ വന്നില്ല. ആ ചിക്കൻ ഇങ്ങ് വരട്ടെ. കോളേജ് തുറക്കുന്നവരെ അവനെ ഇവിടെ നിർത്തണ്ട. അമ്മയുടെ വിഷമിച്ച വർത്തമാനം കേട്ടുകൊണ്ട് സീമ എഴുന്നേറ്റ് വാതിൽ തുറന്നു. മുൻപിൽ അമ്മയുടെ വിഷമത്തിലുള്ള മുഖം. അവൾ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ ധൈര്യമായിട്ടിരിക്കൂ, ചേട്ടൻ ഇങ്ങ് പോന്നോളും. അല്ലെങ്കിൽ തന്നെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. സീമ അമ്മയെയും കൊണ്ട് അച്ഛന്റെ അരികിലെത്തി. കേശവൻ അല്പം ദേഷ്യത്തിലായിരുന്നു. അയാൾ സീമയോട് പറഞ്ഞു, നിന്റെ തള്ളക്ക് എന്തിന്റെ സൂക്കേടാ ഇങ്ങനെ നിലവിളിക്കാൻ? അവനൊന്നും ചെയ്തില്ലല്ലോ. അതിന് അവൾ അയാളെ രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു. എന്റെ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾക്ക് ഒരു വിഷമവുമില്ലല്ലോ. അവൻ എന്റെ മാത്രം മോനാണല്ലോ. ഇത് കേട്ട സീമ രണ്ടുപേരോടും പറഞ്ഞു, ഓ, അച്ഛനും അമ്മയും ഇതിനെ ചൊല്ലി ഇവിടെ വഴക്ക് വേണ്ട. ഏതായാലും ചേട്ടൻ വരട്ടെ. ഇങ്ങനെ അർദ്ധരാത്രിയിലുള്ള വീട്ടിലേക്കുള്ള വരവ് ഇന്നത്തോടെ നിർത്തണം. കവല. അവിടെ രാഘവനാശാന്റെ കടയിൽ നിന്ന് സിഗരറ്റ് മേടിച്ച് ചുണ്ടിൽ വെച്ച് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചിട്ട് സുകേശൻ പറഞ്ഞു, ചേട്ടാ, ഇത് അച്ഛനോട് പറയല്ലേ. ഇത് കേട്ട ആശാൻ ചിരിച്ചു. ഓ, ഇത് നീ ആദ്യമായിട്ടല്ലല്ലോ വലിക്കുന്നേ. നീ വീട്ടിലോട്ട് ചെല്ലേ, ഞാൻ കട അടയ്ക്കാൻ പോണു. സുകേശൻ പതിയെ അവിടെ നിന്നിറങ്ങി. അവൻ ആലോചിച്ചു, എന്തോ തനിക്ക് എപ്പോഴും ആരെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാൻ ഒരു പ്രയാസമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ് പോലും, അമാവാസി, തേങ്ങാക്കൊല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അമ്മയുടെ ഓരോ കാര്യങ്ങളെ അവൻ മുന്നോട്ട് നടക്കുകയാണ്. കവല കഴിഞ്ഞു. അടുത്തുള്ള തെങ്ങിൻ തോപ്പെത്തി. അവൻ അരയിൽ കരുതിയിരുന്ന ബാറ്ററി ടോർച്ച് കയ്യിലെടുത്ത് സ്വിച്ചമർത്തി. അതിന്റെ പ്രകാശം ഇരുട്ടിനെ തുളച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. ഒറ്റയടിപ്പാത മുന്നിൽ തെളിഞ്ഞു. അവൻ അഴിഞ്ഞ മുണ്ട് അല്പം മുറുക്കിയിട്ട് മടക്കി കുത്തി. നടത്തം തുടർന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോ കലശലായ ദാഹം അനുഭവപ്പെട്ടു. സുകേശൻ ടോർച്ച് വെളിച്ചം മുന്നിൽ കണ്ട ഒരു ചെറിയ ഗൗളിത്തെങ്ങിൽ പായിച്ചു. അതിൽ അസലൊരു കരിക്ക് നിൽക്കുന്നു. പിന്നെ അവൻ അമാന്തിച്ചില്ല. അതിൽ വലിഞ്ഞു കയറി കരിക്കടർത്തി താഴെയിട്ട് ഇറങ്ങി. അവിടെ കിടന്ന ഒരു കരിങ്കല്ലിൽ കരിക്കിന്റെ മൂക്ക് ചതച്ചു. അതിന്റെ വെള്ളം കുടിച്ചപ്പോ അവൻ ആശ്വാസം തോന്നി. പിന്നെയും നടത്തം. തെങ്ങിൻ തോപ്പ് കഴിഞ്ഞാൽ വയൽ സാമ്രാജ്യമാണ്. അവിടെയും ഇന്ന് നല്ല ഇരുൾ പരന്നിരുന്നു. ടോർച്ചുള്ളതിനാൽ അവൻ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. അകലെയുള്ള ഏതോ ഇടങ്ങളിൽ നിന്ന് നായകളുടെ മോങ്ങൽ കേൾക്കുന്ന ശബ്ദങ്ങൾ. സുകേശൻ നടക്കുന്ന വഴിയിലെ ഒരു മൂവാണ്ടൻ മാവിലിരുന്ന് ഒരു നത്ത് മൂളുന്നു, മരണത്തെ ക്ഷണിക്കുന്നത് പോലെ. അവൻ വയൽവരമ്പിൽ കയറി. എല്ലാ ദിവസവും നടക്കുന്ന വഴിയായതിനാൽ സുകേശൻ മറ്റൊന്നും ശ്രദ്ധിച്ചതേയില്ല എന്നതാണ് സത്യം. ചീവീടുകൾ ചിലയ്ക്കുന്ന, കാതടപ്പിക്കുന്ന ഒച്ച. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് അവൻ അറിഞ്ഞില്ല. പെട്ടെന്ന് അവിടെ വെള്ളിടി വെട്ടി. സുകേശൻ ഒന്ന് ഭയന്നു. അവൻ സ്വയം ചോദിച്ചു, ഇതുവരെ മഴക്കോളില്ലായിരുന്നല്ലോ, പിന്നെങ്ങനെയാണ് ഇടിവെട്ടുന്നത്? എന്തായാലും വേഗത്തിൽ നടക്കാം, അല്ലെങ്കിൽ മഴ പെയ്താലോ. അവൻ നടത്തത്തിന് വേഗത കൂട്ടി. വയൽ സാമ്രാജ്യം കടന്നു. ഇനിയുള്ളത് മരക്കൂട്ടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ്. അവിടെ ആ നേരത്ത് വരണമെങ്കിൽ അല്പം ധൈര്യമുള്ളവർക്കേ കഴിയൂ. അതിനാലാണ് എല്ലാവരും നേരത്തെ വീടുകളിൽ ചെന്നു പറ്റുന്നത്. അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ച സുകേശനുണ്ടോ അറിയുന്നു. ടോർച്ചിലെ പ്രകാശം ഇരുട്ടിനെ തുളച്ചു. അവിടെ ഒറ്റയടിപ്പാതയാണുള്ളത്. കഷ്ടിച്ചൊരാൾക്ക് നടക്കാൻ കഴിയും. വഴിയിൽ കരിയിലകൾ വീണിട്ടുണ്ടെങ്കിലും നടന്നു പോകാൻ ബുദ്ധിമുട്ടില്ല. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകെ ഇരുട്ടുകൊണ്ട് മൂടും. എല്ലാവരും 8 മണിക്കകത്ത് വീട്ടിലെത്തിച്ചേരും. സുകേശൻ ഇന്ന് മനഃപൂർവ്വം താമസിച്ചതാ. അമ്മയുടെ വാക്കുകളായിരുന്നു അതിന് കാരണം. അല്ല, കഴിഞ്ഞ ദിവസവും അവൻ താമസിച്ചു വന്നിരുന്നു. അമ്മ വിലക്കിയതിന് അതും ഒരു കാരണമാകാം. പെട്ടെന്ന് സുകേശന്റെ കാതുകളിൽ ഒരു പെൺകുട്ടി കരയുന്നത് പോലെ തോന്നി. അവൻ ടോർച്ച് അകലേക്ക് തെളിച്ചു. അതാ അവിടെ ഒരു പെൺകുട്ടി. അവൻ വേഗത്തിൽ നടന്നു. വെളിച്ചം കൂടുതൽ അടുത്തപ്പോ കുട്ടി ഇരുന്ന് തേങ്ങുന്നു. അവൾക്കിപ്പോ ഒരു യുവതിയുടെ രൂപമാണ്. മുടി അഴിഞ്ഞു കിടന്നു. ചുവന്ന പട്ടുപാവാടയും ബ്ലൗസുമാണ് അവളുടെ വേഷം. അവൻ ആ യുവതിയുടെ മുഖത്തേക്ക് ടോർച്ച് തെളിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, വലിയ സങ്കടമുള്ള ഭാവം, ചുണ്ടുകൾ വിതുമ്പുന്നു. സുകേശൻ അവളോട് ചോദിച്ചു, കുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒന്നാമത് ഇരുട്ട്, നല്ല ഇഴജന്തുക്കളുള്ള സ്ഥലം, നിന്റെ ധൈര്യം അപാരം.
കാര്യം എന്തായാലും എന്നോടുകൂടെ വരൂ, ഞാൻ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കാം. സുകേശൻ അവളുടെ നേരെ കൈനീട്ടി. അവൾ അതിന് മറുപടി എന്നോണം മുകളിലേക്ക് കണ്ണുകൾ പായിച്ചു. അവിടേക്ക് നോക്കിയ സുകേശൻ ഞെട്ടിപ്പോയി. കുടുക്കിട്ട കയർ. അവന് കാര്യം മനസ്സിലായി. അപ്പോ അതാണ് കാര്യം. ഈ പെങ്കൊച്ചിനെ മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ല, പക്ഷേ നല്ല മുഖപരിചയവുമുണ്ട്. അവൻ അവളോട് സംശയം തീരാൻ പിന്നെയും ചോദിച്ചു, കുട്ടി എന്ത് അവിവേകമായി കാണിച്ചത്? എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. വരൂ, ഞാൻ നിന്നെ സഹായിക്കാം. പോര്. അവൻ അവളുടെ കൈക്ക് പിടിച്ചു. അവളുടെ കൈകൾക്ക് നല്ല തണുപ്പായിരുന്നു. അവളും അവന്റെ കൈക്ക് പിടിച്ച് പതുക്കെ എഴുന്നേറ്റു. യുവതിയെ മുന്നോട്ട് നടത്തി. അവർ നടത്തം ആരംഭിച്ചു. കുറച്ചകലെ നായ്ക്കളുടെ മോങ്ങൽ ഒരുപാട് വലിയ ശബ്ദത്തിൽ ഉയർന്നു കേട്ടു. ഇരുവരും നടത്തം തുടരുകയാണ്. ടോർച്ചിന്റെ വെളിച്ചത്തിന് ഇപ്പൊ പഴയ ശക്തിയില്ല. അവൻ അവളോട് പറഞ്ഞു, കുട്ടി ഒന്ന് നിൽക്കൂ, ഞാൻ ഈ ടോർച്ചൊന്ന് നോക്കട്ടെ, വെളിച്ചം കുറഞ്ഞ പോലെ. അവൾ പതിയെ അതിന് മറുപടി പറഞ്ഞു, സാരമില്ല, എന്തായാലും കാണാമല്ലോ, എനിക്ക് കുഴപ്പമില്ല, വന്നോളൂ, ചെന്നിട്ട് ശരിയാക്കാം. എന്നിട്ട് അവൾ മുന്നോട്ട് ചുവടുകൾ വെച്ചു. സുകേശൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവളെ അവൻ അനുധാവനം ചെയ്തു. പെട്ടെന്ന് അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഏതോ രാപ്പക്ഷി എന്തോ കണ്ട് ഭയന്ന പോലെ ചിറകടിച്ച് പറന്നകന്നു. സുകേശൻ അവിടേക്ക് പാളി നോക്കിയെങ്കിലും യുവതി അവിടേക്ക് നോക്കിയില്ല. സുകേശൻ അവളോട് പറഞ്ഞു, കുട്ടി പേടിച്ചില്ലേ? ഞാൻ പേടിച്ചു. യുവതി അതിനും മറുപടി പറഞ്ഞില്ല. സുകേശൻ അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തൊരു ഭംഗിയായി ഈ പെണ്ണിനെ കാണാൻ. അവളുടെ അഴക് അവൻ ആസ്വദിച്ചു. 2 കുടങ്ങൾ കമിഴ്ത്തിയ പോലുള്ള നിതംബങ്ങളെ അവളുടെ കേശഭാരം മറയ്ക്കാൻ ശ്രമിക്കുന്നു. സുകേശൻ അവളെ അംഗപ്രത്യംഗം വീക്ഷിച്ചു. അവൾ മുന്നോട്ട് ചുവടുകൾ വെക്കുന്നു. അവൻ ചൊടികൾ നുണഞ്ഞു. അവൾ അവിടെ അപ്പോൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ഇത് കണ്ട് അവൻ അവളെ കടന്നു പിടിക്കാൻ ആഞ്ഞതും അവൾ പറഞ്ഞു, ചേട്ടന് എന്നോട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കേട്ട സുകേശൻ ഞെട്ടി. അവൻ ആലോചിച്ചു, ഇവൾക്ക് പുറകിലും കണ്ണുണ്ടോ? അവനൊന്ന് വിക്കി. എന്നിട്ട് പറഞ്ഞു, കുട്ടി എന്താ അങ്ങനെ ചോദിച്ചത്? ഏതായാലും കുട്ടിയെ ഞാൻ ചതിക്കില്ല. ഇവിടെ ആരുമില്ല. കുട്ടി സഹകരിക്കുമെങ്കിൽ. അവളുടെ ഭാവം മാറുന്നത് അവൻ അറിയുന്നില്ല. അവളുടെ കണ്ണുകൾ ചുവന്നു. പുരികം വില്ലുപോലെ വളഞ്ഞു. മാർദ്ദവമായ അധരങ്ങൾ കറുത്തു തടിച്ചു. അവ തുറന്നതും കടുവയുടെ പല്ലുകൾ പോലെ 2 തേറ്റകൾ പുറത്തേക്കിറങ്ങി വന്നു. കണ്ണുകളിൽ കൂടി നിണമൊഴുകി. തലയിൽ 2 കൊമ്പുകൾ മുളച്ചു. അവൾ അവിടേക്ക് തിരിഞ്ഞതും സുകേശൻ ഭയാനകമായി ഞെട്ടി വിറച്ചു. അവൾ മുരളും പോലെ പറഞ്ഞു, എന്നെ ഇതുപോലെ പണ്ടൊരുത്തൻ പറഞ്ഞു പറ്റിച്ചു. എന്നിട്ട് എന്റെ ജീവൻ അവൻ എടുത്തു. സ്വന്തം കുഞ്ഞിനെ പോലും അവൻ കൊന്നു കെട്ടിത്തൂക്കി എന്നോടൊപ്പം. എല്ലാവരും കരുതി ഞാൻ ആത്മഹത്യ ചെയ്തെന്ന്. അതാരാണെന്നറിയാമോ? നിന്റെ അച്ഛൻ. അവനെയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷേ കിട്ടിയത് നിന്നെ. വിടില്ല ഞാൻ ഒന്നിനെയും. ഇപ്പോ എനിക്കൊരു ശരീരം കിട്ടി. അത് മറ്റാരുടെയുമല്ല, ഉമാന്തർജനത്തിന്റെ. എന്നെ സ്വതന്ത്രയാക്കിയത് രുദ്രൻ തിരുമേനിയാണ്. എനിക്ക് അദ്ദേഹത്തെ ധിക്കരിക്കാൻ വയ്യ. നിന്റെ നിണം മാത്രം മതി എനിക്ക്. നിന്റെ അച്ഛനെ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. പകരം നീ. ഏതായാലും എന്റെ പ്രതികാരം തീർക്കാൻ ഇനിയും സമയമുണ്ട്. ഇതും കൂടി കേട്ടോളൂ, നിന്റെ സഹോദരിയെ ഞാൻ ഇതുപോലെ യക്ഷിണിയാക്കി അലഞ്ഞു തിരിയാൻ വിടും. അവളെയും ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. രുദ്രൻ തിരുമേനിയ 100 കന്യകമാരെ എത്തിക്കാൻ എന്നെ നിയോഗിച്ചത്. രക്തപിശാചാണ്. മൂർത്തിയെ ഞാൻ പിണക്കില്ല. ഇതെന്റെ പ്രതികാരം. നിന്റെ രക്തം എനിക്ക് വേണം. 100 പുരുഷന്മാരുടെ നിണം ഞാൻ കുടിച്ചാലേ എനിക്ക് പൂർണ്ണമായും ഉമയുടെ ശരീരത്തിൽ നിലനിൽക്കാൻ കഴിയൂ. ഇങ്ങനെ പറഞ്ഞതും അവൾ അവന്റെ നേരെ ചാടി വീണു. വ്യാഘ്രത്തിന്റെ മുന്നിൽപ്പെട്ട മാനിനെ പോലെ അവനൊന്നും ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു. തന്റെ കഴുത്തിൽ അമർന്ന അവളുടെ ദംഷ്ടകൾ. സ്വയം പ്രാണൻ പോകുന്നത് പതിയെ അവൻ അറിഞ്ഞു. സുകേശൻ പതിയെ വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവിടെ കുഴഞ്ഞു വീണു. രക്തം മുഴുവൻ കുടിച്ച പിശാചിനി തന്റെ ചുണ്ടിൽ പറ്റിയ നിണം നാവ് കൊണ്ട് നൊട്ടി നുണഞ്ഞു. എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരു മനുഷ്യച്ചോര കിട്ടുന്നത്. അവൾ രുദ്രനോട് നന്ദി പറഞ്ഞു. പിശാചിനി ഉറക്ക പൊട്ടിച്ചിരിച്ചു. അതിനുശേഷം അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ പാലക്കലില്ലത്തേക്ക് പലായനം ചെയ്തു. പാലക്കൽ രുദ്രൻ തന്റെ മഷി പുരട്ടിയ വെറ്റിലയിലൂടെ ഇതെല്ലാം വീക്ഷിക്കുകയായിരുന്നു. അയാൾ സ്വയം പറഞ്ഞു, ഏതായാലും എന്റെ ആദ്യത്തെ ഘട്ടം പൂർണ്ണ വിജയം കൈവരിച്ചിരിക്കുന്നു. ഇനി ഇവളെ കൊണ്ട് 100 കന്യകമാരെ ഇവിടെ എത്തിക്കണം. രാത്രിയുടെ 2ാം യാമത്തിൽ ഉമയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന്
ഞാൻ അനുവാദം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സ്വന്തം രൂപമായിരിക്കും. ഉമയെ ആരും സംശയിക്കില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ? അവർ മനസ്സിലാക്കും ഉമയാണിത് ചെയ്യുന്നതെന്ന്. അതിലൂടെ എല്ലാവരും എന്നെ കുറ്റക്കാരനാക്കും. ആരും എന്നിലേക്ക് തിരിയരുത്. അപ്പോൾ അവിടെ ഒരു അട്ടഹാസം മുഴങ്ങി. രുദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു, വടയക്ഷി വന്നു. ഉമേ, നിനക്കിനി വിശ്രമിക്കാം. നീ ചെയ്യുന്ന തെറ്റുകൾ അറിയാതെ. പിശാചിനി ഉമയായി അകത്തേക്ക് കടന്നു വന്നു. അവൾ രുദ്രന്റെ കാലിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് അങ്ങ് കാരണക്കാരനായി ഞാൻ ഇനി എന്റെ വാസസ്ഥലത്തേക്ക് പോകുന്നു. അവൾ കൈകൂപ്പി, നിന്റെ കിടക്കറയിൽ പോയി ഉമയുടെ ശരീരം അവിടെ ഉപേക്ഷിക്കൂ. പിശാചിനി അയാളുടെ വാക്കുകൾ അതുപോലെ അനുസരിച്ചു. അവൾ എന്നിട്ട് പുകച്ചിരുളുകളായി ജാലകത്തിലൂടെ പുറത്തേക്കൊഴുകി. രുദ്രൻ തന്റെ മുന്നിലിരുന്ന കളിമൺ പ്രതിമയിലേക്ക് ദൃഷ്ടികൾ പായിച്ചു. അയാൾ അല്പം ജലം കയ്യിലെടുത്ത് മന്ത്രങ്ങൾ ഉരുവിട്ടു. പ്രചണ്ഡമായ കരാളഹസ്തേ പ്രത്യങ്കരി ഹും ഫട്ട് സ്വാഹ. ആ ജലം കളിമൺ പ്രതിമയിൽ തളിച്ചു. പെട്ടെന്ന് അതിന് ജീവൻ വെച്ചതുപോലെ ചലിക്കാൻ തുടങ്ങി. പതിയെ അതിൽ നിന്ന് വെളുത്ത നാട പോലെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത് നേരെ പോയത് ഉമയുടെ ശരീരത്തിലേക്കാണ്. ഉമ അപ്പോഴും ഒരു ദീർഘനിദ്രയിലായിരുന്നു. പ്രഭാതം. നാട്ടിലാകെ സുകേശന്റെ മരണവാർത്ത അറിഞ്ഞു. ജഡം മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടവഴിയിൽ കിടന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സീമയും അമ്മയും അച്ഛനും ആകെ തകർന്നു പോയിരുന്നു. സുകുമാരൻ സുകേശന്റെ വേർപാടറിഞ്ഞ് ദുഃഖിച്ചു. അവൻ അവിടെ എത്തിച്ചേർന്നു. എല്ലാവരെയും ആശ്വസിപ്പിച്ചു. പാലക്കലെ രുദ്രനും ഉമയും ചടങ്ങുകളിൽ പങ്കുകൊള്ളുകയും സീമയെയും മാതാപിതാക്കളെയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഉമയ്ക്ക് പക്ഷെ ഇതൊക്കെ കുറേശ്ശെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ഉത്തരവാദി തന്റെ ഭർത്താവാണെന്ന്. പക്ഷേ അവളുടെ നാവ് ബന്ധനത്തിലായതിനാൽ ഒരക്ഷരം ഉരിയാടാൻ കഴിഞ്ഞില്ല. വേറെന്തും സംസാരിക്കാം, പക്ഷേ ഇതിനു മാത്രം നാവിൽ കെട്ട്. സുകുമാരൻ പക്ഷെ ഉമയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സ് മന്ത്രിച്ചു. ഉമയ്ക്ക് എന്തോ പറയാനുള്ളതുപോലെ. പക്ഷേ അവർക്കിതിൽ വിഷമമുണ്ട്. ഇതിനൊക്കെ പിന്നിൽ ഈ രുദ്രനാവുമോ? ഏതായാലും ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. തന്റെ കുട്ടിക്കാലത്തെ സംഭവം ഇതാണല്ലോ, തെക്കേപ്പാട്ട് മനയിലെ യക്ഷി. പക്ഷേ അവളെ നശിപ്പിച്ചു. ഇപ്പോഴും അതേ രീതിയിൽ മരണപ്പെട്ട സുകേശൻ. ഏതായാലും താനിത് കണ്ടെത്തും. അവൻ ദൃഢപ്രതിജ്ഞ ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അവിടെയുള്ള യുവതീ യുവാക്കളിൽ പലരെയും കാണാതാവുകയോ മരിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. പോലീസും നാട്ടുകാരും പൊറുതിമുട്ടി. അവരുണ്ടോ അറിയുന്നു ഇതിനൊക്കെ പിന്നിൽ യക്ഷിയുടെ കരങ്ങളാണെന്ന്. സുകുമാരൻ പക്ഷെ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തി. ഒരു നാൾ പക്ഷെ തെളിവില്ല. പോലീസിൽ പറഞ്ഞാലും തനിക്ക് തെളിയിക്കാൻ കഴിയില്ല. തന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത കാഴ്ചയല്ലേ അന്ന് കണ്ടത്, താൻ കേട്ടതും. യാദൃച്ഛികമായി സീമയെ കാണാൻ പോകുന്ന വഴിയിൽ കൂടെ മുന്നോട്ട് പോയപ്പോ മുൻപിലൊരു സ്ത്രീ നടക്കുന്നു. തന്റെ പ്രാണപ്രേയസിയെ ഏതിരട്ടിൽ കണ്ടാലും തിരിച്ചറിയാവുന്ന അവന് ആ രൂപത്തിനെ കണ്ടപ്പോ തന്നെ അത് വേറെ ഏതോ പെണ്ണാണെന്ന് മനസ്സിലായി. അവൻ അതിനെ പിന്തുടർന്നു. ഏതായാലും വന്നവൾ ചില്ലറക്കാരിയല്ല. കയ്യിലൊരു ടോർച്ച് പോലുമില്ലാതെ ഇരുട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നവൾ മനുഷ്യ സ്ത്രീയല്ല. അവൻ തീർച്ചയാക്കി. അവൾ പെട്ടെന്ന് നിന്നു. ആരോ തന്നെ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയതുപോലെ. അവിടേക്ക് വെട്ടിത്തിരിയാൻ ഭാവിച്ചതും സുകുമാരൻ ഒറ്റച്ചാട്ടത്തിന് അടുത്ത് കണ്ട മരത്തിന് പിന്നിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നു. അവന് മനസ്സിലായി തന്നെ കണ്ടാൽ അവൾ കൊന്നുകളയുമെന്ന്. നേരത്തെ അവൻ കണക്ക് കൂട്ടിയാണ് ചുവടുകൾ മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് മരങ്ങൾക്ക് പിന്നിൽ പെട്ടെന്ന് ഒളിക്കാനും അവന് സാധിച്ചു. അവൾ വേഗത്തിൽ തിരിഞ്ഞു നിന്നു. ആരോ തന്നെ പിന്തുടർന്നു. പക്ഷേ ആരെയും കാണുന്നില്ല. പിശാചിനി തന്റെ ഘ്രാണശക്തി ഉപയോഗിച്ചു. അവളുടെ കണ്ണുകൾ തിളങ്ങി. ദംഷ്ടകൾ പുറത്തേക്ക് നീണ്ടു. അതെ, അവൻ ഇവിടെ തന്നെയുണ്ട്. ഏതായാലും സ്വയം മരണം വരിക്കാൻ ഇവിടേക്ക് വരാനുള്ള അവന്റെ ചങ്കൂറ്റം അപാരം. അവൾ മുരണ്ടു. സുകുമാരൻ ഭയന്നു. ഈശ്വര, തന്റെ അവൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി തനിക്ക് രക്ഷയില്ല. പക്ഷേ ഒരു ഭീരുവിനെ പോലെ താൻ പിശാചിനിക്ക് കീഴടങ്ങില്ല. അവൻ തീരുമാനിച്ചു. ഏതായാലും അവൾ താൻ നിൽക്കുന്നിടത്ത് വരട്ടെ. അവൻ മരത്തിനോട് കൂടുതൽ പറ്റി നിന്നു. അവളുടെ കാൽപ്പെരുമാറ്റം അടുത്തുകൊണ്ടിരുന്നു. പിശാചിനികൾക്ക് സ്വതവേ ഉള്ളിലൊരു ഭയമുണ്ട്. തന്റെ വിശ്വരൂപം ദർശിക്കുന്ന ആരെയും നിസ്സാരരായി കാണരുതെന്ന്. കാരണം അവർക്ക് അസാമാന്യ ബുദ്ധിയും ശക്തിയും യുക്തിയും ഉണ്ടായിരിക്കും. കഴിഞ്ഞ 30 വർഷം മുമ്പ് മരിച്ച തന്നേക്കാൾ വേഗത ഇവർക്കായിരിക്കും. അവളുടെ ചിന്ത ഇങ്ങനെയായിരുന്നു.
ഇത്രയും തന്നെ സുകുമാരന് ധാരാളമായിരുന്നു. അവനൊരു യുക്തി തോന്നി. പിശാചിനി മരത്തിന് ഏതു വശത്താണോ ആദ്യം എത്തുക, അതിനെതിരായി വേണം താൻ മറുപുറം എത്തേണ്ടത്. ഉമയുടെ ശരീരമുള്ളതിനാൽ അവൾ കരൂപിയാകാൻ കഴിയില്ല. അവൾ മരത്തിനടുത്തേക്ക് എത്താറായി. വലതുവശത്താണ് കാലടികൾ, കരിയിലകൾ അമരുന്ന ശബ്ദം. അവൻ ആ വലിയ വൃക്ഷത്തിന് ഇടതുഭാഗത്തേക്ക് ഒച്ച കേൾപ്പിക്കാതെ തെന്നിമാറി. പിശാചിനിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൻ കണ്ടു. ഇരുട്ടിലാണ് ഇവറ്റകൾക്ക് കാഴ്ചയുള്ളത്. അവൾ മരത്തിന് ചുറ്റിനും പതിയെ നടക്കാൻ തുടങ്ങി. അവളുടെ ഈ പ്രവൃത്തി മനസ്സിലാക്കിയ സുകുമാരൻ അവൾക്ക് മുന്നിൽ ചുവടുകൾ വെച്ചു. ഏതായാലും അവൾ തന്നെ കണ്ടുപിടിക്കും, ഇനി താമസിച്ചുകൂടാ. അവൻ പെട്ടെന്ന് തന്റെ കഴുത്തിലണിഞ്ഞിരുന്ന മാന്ത്രിക ഏലസൂരി വലതു കൈയിൽ പിടിച്ചു. നടത്തം നിർത്തി. പിശാചിനി പുറകിലുണ്ട് എന്നവൻ തിരിഞ്ഞു നിന്നു. തൊട്ടുമുന്നിൽ ഒരു പുരുഷനെ കണ്ട് അവൾ ആദ്യമൊന്ന് പരിഭ്രമിച്ചു. തന്റെ ലക്ഷ്യം അവൾ ഒരുമാത്രം മറന്നു. സുകുമാരൻ തന്റെ കയ്യിലിരുന്ന ഏലസ് അവളുടെ നേരെ ഉയർത്തിപ്പിടിച്ചു. പിശാചിനി പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഏലസിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തെ അവൾക്ക് നേരിടാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, അത് മാറ്റിപ്പിടിക്കൂ, എന്റെ ശക്തി കുറയുന്നത് പോലെ. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ. അവളുടെ അപേക്ഷ സ്വീകരിച്ച് സുകുമാരൻ ചോദിച്ചു, നീയെങ്കിൽ എന്നോട് സത്യം പറയണം. ഇവിടെ കാണാതാകുന്ന യുവതീ യുവാക്കളെ നീ എന്തു ചെയ്തു? മരിച്ചു കിടന്നവരെല്ലാം നല്ലവരല്ല. ഒരു കണക്കിന് നീ കൊന്നതുകൊണ്ട് പല പെൺകുട്ടികളും രക്ഷപ്പെട്ടു. അതിന് നിന്നോട് എനിക്ക് ബഹുമാനമുണ്ട്. നീ കൊല്ലുന്നവരെല്ലാം ജീവിതത്തിൽ നല്ലവരല്ലായിരുന്നു. ഏതായാലും നീ എന്നെ കൊല്ലില്ലെന്നറിയാം. പക്ഷേ നിന്റെ രഹസ്യമറിയുന്ന എന്നെ വെറുതെ വിട്ടാൽ ഇതിന് നിയോഗിച്ചവർ നിന്നെ ഭസ്മീകരിക്കും. അതുകൊണ്ട് നീ എന്നെ കൊല്ലുന്നത് പോലെ കാണിക്കൂ, എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ. അയാളുടെ ശ്രദ്ധ മാറുമ്പോ ഞാൻ ഇവിടുന്ന് മാറിക്കോളാം. അയാൾ ഏലസ് അവളുടെ നേർക്ക് നിന്നു മാറ്റി. അവൾ ആശ്വാസം പൂണ്ടു. പതിയെ അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഉമയുടെ ശരീരത്തിൽ പ്രവേശനം നടത്തിച്ച് തന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യിക്കുന്നത് രുദ്രനാണ് എന്ന് സുകുമാരൻ പറഞ്ഞു. ഏതായാലും എന്റെ മാന്ത്രിക ഏലസിന്റെ ശക്തി കൊണ്ട് അവൻ ഈ മരത്തിനു പിന്നിലുള്ള നമ്മുടെ വർത്തമാനം കേൾക്കാൻ കഴിയില്ല. ഏതായാലും എനിക്ക് തോന്നിയത് തന്നെ നീയും പറഞ്ഞു. രുദ്രന്റെ മരണം നിന്റെ കൈകൊണ്ടായിരിക്കണം. അതിന് നിന്നെ ഞാൻ സഹായിക്കാം. ഇത് കേട്ടവൾ ഞെട്ടിപ്പോയി. സുകുമാരൻ പിന്നെയും പറഞ്ഞു, അതെ, നീ അവൻ അറിയാതെ ഉമയിൽ പ്രവേശിക്കുക. അതിനുശേഷം നിലവറയിൽ പ്രവേശിക്കുക. ഒരു പിശാചിനിക്കേ അതിന് കഴിയൂ. അവിടെ ചെല്ലുമ്പോ ഒരു വാതിൽ കാണും. അത് തുറക്കുക. അതിനുള്ളിൽ തിരികളിട്ട 7 നിലവിളക്കുകൾ കാണും. അതിലെ ഓരോ തിരികളും കെടുത്തുക. ഇതിനുശേഷം നീ പുറത്തിറങ്ങുക. എന്നിട്ട് ഉമയിൽ നിന്ന് വേർപെട്ട് എത്രയും വേഗത്തിൽ ശങ്കരൻ നമ്പൂതിരിയുടെ ഇല്ലത്തെത്തുക. അല്ലെങ്കിൽ നിനക്ക് ആപത്ത് സംഭവിക്കും. അതിനുശേഷം എന്താ വേണ്ടതെന്ന് അദ്ദേഹം നിന്നോട് നിർദ്ദേശിക്കും. ഇനി നിനക്കറിയാത്തൊരു കാര്യം കൂടി പറയാം. ഞാനും ഒരു മാന്ത്രികനാണ്. എന്റെ ഗുരുവാണ് ശങ്കരൻ നമ്പൂതിരി. രുദ്രനോട് എനിക്കും ചില കണക്കുകൾ തീർക്കാനുണ്ട്. എന്റെ സഹോദരി മരിച്ചത്, അതിനുത്തരവാദി അവനാണ്. അവന്റെ അപാര മാന്ത്രിക ശക്തി എന്റെ അറിവിനേക്കാൾ എത്രയോ മടങ്ങാണ്. അതിനാലാണ് എനിക്ക് ആ സത്യം മനസ്സിലാകാതെ പോയത്. എന്റെ കൂട്ടുകാരനായ അവൻ പിന്നീട് എന്നിൽ നിന്ന് ഒരുപാട് അകന്നു. അപ്പോഴും അവനെ ഞാൻ സംശയിച്ചില്ല. ഇപ്പോഴുള്ള ഈ മരണങ്ങൾ എന്റെ സംശയം സ്ഥിരീകരിച്ചു. ഏതായാലും നിന്നിലൂടെ അവനെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പറഞ്ഞയക്കും. അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാമോ? ഇതെല്ലാം കേട്ട് അത്ഭുതത്തോടെ സുകുമാരനെ നോക്കി നിന്ന് അവൾ പറഞ്ഞു, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഇതുവരെ 99 ബലികൾ നടന്നു കഴിഞ്ഞു. 100ാമത്തെ ബലിയായി കണ്ടെത്തിയവളാണ് സീമ. അത് കേട്ട് സുകുമാരൻ ഞെട്ടി. സ്വന്തം സഹോദരിയെ തന്നെ അവന്റെ അമ്മയിൽ ജനിച്ച് മറ്റൊരു സ്ത്രീയുടെ തണലിൽ വളർന്ന തന്റെ സീമ. ഇതെല്ലാം തന്നെ അറിയിച്ചത് സാക്ഷാൽ ശങ്കരൻ നമ്പൂതിരിയും. പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത പാലക്കലെ രുദ്രന്റെ പിതാവ് വാസുദേവൻ ഭട്ടതിരി കുഞ്ഞിനെ അന്നത്തെ ആശ്രിതനായ കേശവനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇതെല്ലാം രുദ്രൻ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഇങ്ങനൊരു പ്രവൃത്തി, കഷ്ടം. ഇതിലൂടെ അവൻ എന്താണ് നേടാൻ പോകുന്നത് അതുമാത്രം തനിക്ക് മനസ്സിലാകുന്നില്ല. സുകുമാരൻ ഇത് പറഞ്ഞിട്ട് ആ വൃക്ഷത്തിന്റെ പേരിൽ പതിയെയിരുന്നു. അവൾ തുടർന്നു, രുദ്രന്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ, ലോകത്തിൽ വെച്ച് സ്ത്രീ യക്ഷികളിൽ ഏറ്റവും ശക്തിയും ക്രൂരതയുള്ളവളുമായ കർണപിശാചിനി ആവാഹിക്കുക. ഇത് കേട്ട് സുകുമാരൻ ചാടി എഴുന്നേറ്റു. എന്തോ കർണപിശാചിനിയോ? അവളെ ദർശിക്കുന്നവനെ പോലും അവൾ ക്രൂരമായി കൊല്ലുന്ന പതിവാണ് ആ ദുർമൂർത്തിക്ക്. അവൾ ഒരിക്കലും അവതരിക്കരുത്. പാതാളത്തിൽ കഴിയുന്ന അവൾക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ വരണമെങ്കിൽ
ലക്ഷോപലക്ഷം മന്ത്രജപവും മുറതെറ്റാതെയുള്ള ബലിയും ബ്രഹ്മചര്യമുള്ളവനുമേ അത് സാധിക്കൂ. ഇനിയൊരു ബലി കൂടി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതും സ്വന്തം സഹോദരിയെ ബലി കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് ആ ദുർമൂർത്തി അവനെ അനുഗ്രഹം കൊണ്ട് ചൊരിയും. പാടില്ല, അത് പാടില്ല. നിനക്കേ എന്തെങ്കിലും ഇനി പ്രവർത്തിക്കാൻ കഴിയൂ. എന്നെ ആക്രമിക്കൂ. സുകുമാരൻ ആജ്ഞാപിച്ചതും അവൾ അവനെ പ്രഹരിച്ചതും ഒരുമിച്ചായിരുന്നു. അവൻ അപ്പുറത്തേക്ക് തെറിച്ചുപോയി. അവൾ അവന്റെ കഴുത്തിൽ തന്റെ തേറ്റകൾ കൊണ്ടുവന്നു. അവളുടെ കേശഭാരം അവിടെ മറച്ചു. അവളുടെ പല്ലുകൾ അവന്റെ കഴുത്തിന് നേരെ വന്നത് കണ്ട രുദ്രൻ അട്ടഹസിച്ചു. വെറ്റിലെ രണ്ടായി കീറി മുറിച്ചു. അവൾ മിക്കവാറും നിന്നെ ഏതെങ്കിലും ചതുപ്പിൽ താഴ്ത്തും. അയാളുടെ അട്ടഹാസം ഇല്ലമാകെ വിറകൊള്ളിച്ചു. മതി അഭിനയിച്ചത്, എഴുന്നേറ്റോളൂ. പിശാചിനി പതിയെ സുകുമാരനോട് മന്ത്രിച്ചു. അയാൾ പതിയെ എഴുന്നേറ്റു. അവളെ നന്ദിയോടെ നോക്കിയിട്ട് പറഞ്ഞു, നീ നന്മയുള്ളവളാണ്. ഏതായാലും നിനക്ക് ഞാൻ മോക്ഷം നൽകിയിരിക്കും. അവൾ കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് പാലക്കിലേക്ക് മടങ്ങി. സുകുമാരൻ തയ്യാറെടുക്കുകയാണ്. പാലക്കൽ മാന്ത്രികന്റെ അവസാനം കാണുക. ഈ ചിറ്റിലഞ്ചേരിയിലെ ജനങ്ങൾക്ക് ഒരിക്കലും ഇനിയൊരു ദുരന്തമുണ്ടാകാതെ നോക്കേണ്ടത് താനാണ്. അവൻ മനസ്സിൽ കുറിച്ചിട്ടു. രുദ്രൻ തന്റെ നിലവറയിൽ കടന്നു. തന്റെ 7 വിളക്കുകളും ശോഭയോടെ എരിയുന്നത് അഭിമാനത്തോടെ വീക്ഷിച്ചു. ഒരു കാറ്റിനും കടന്നുവരാൻ ധൈര്യമില്ലാത്ത നിലവറ ഒരു പിശാചിനിക്കും അറിയില്ല ഇതിന്റെ രഹസ്യം. അവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. താനല്ലാതെ വേറെ ഏതൊരു മനുഷ്യൻ പ്രവേശിച്ചാലും തന്റെ ദുർമൂർത്തികൾ അവനെയോ അവളെയോ കടിച്ചു കീറും. അയാൾ വാതിലുകൾ അടച്ചു. തന്റെ പൂജാമുറിയിലേക്ക് നടന്നു. അവിടെ ഇപ്പൊ പ്രകാശം കൊണ്ട് പകൽ പോലെയായിരിക്കുന്നു. തറയിൽ പുൽപ്പായയിൽ കിടക്കുകയാണ് സീമ. അവൾക്ക് ബോധമില്ല. നഗ്നമായ ദേഹത്ത് അരളിപ്പൂക്കൾ ചിതറിക്കിടന്നു. അവളുടെ നഗ്നത ആസ്വദിച്ച അയാൾ തന്റെ കർമ്മത്തിലോട്ട് കടന്നു. ഹോമം തെളിഞ്ഞു. കാട്ടരിക്കിൻ പൂവ്, അരളി, നെയ്യ് ഇവയെല്ലാം മന്ത്രാക്ഷരികളോടെ ഹോമത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടു. ഇതെല്ലാം വീക്ഷണം നടത്തി പിശാചിനി ഉമയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. അവൾ പതിയെ എഴുന്നേറ്റ് നിലവറയുടെ നേർക്ക് നടന്നു. രുദ്രൻ തന്റെ മുന്നിലിരുന്ന ഹോമത്തിൽ ഒട്ടുമുക്കാലും സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. മന്ത്രങ്ങൾ അവിടെ മാകെ മുഴങ്ങി. പിശാചിനി നിലവറയിൽ പ്രവേശിച്ചു. അവൾ ആദ്യം കണ്ട വിളക്കിലെ തിരി ഊതിക്കെടുത്തി. അങ്ങനെ എല്ലാം അവൾ നിമിഷ നേരം കൊണ്ട് കെടുത്തി. രുദ്രന്റെ നാവുകൾ കുഴയുന്ന പോലൊരു തോന്നൽ. കൈകൾ തളരുന്നു. അപ്പോഴേക്കും പിശാചിനി ശങ്കരൻ നമ്പൂതിരിയുടെ അടുത്തെത്തിയിരുന്നു. രുദ്രൻ പതിയെ മന്ത്രം മനസ്സിൽ ഉരുവിടാൻ തുടങ്ങി. ഏതായാലും ആരോ തന്നെ ചതിച്ചതാണ്. ഇതൊന്ന് കഴിയട്ടെ, അവർക്കുള്ള ശിക്ഷ പിന്നീട്. അവൻ പതിയെ എഴുന്നേറ്റ് പൂജിച്ചു വച്ചിരുന്ന വാൾ കയ്യിലെടുത്തു. കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവൻ സീമയുടെ അടുക്കലേക്ക് നീങ്ങി. അവൾക്ക് അപ്പോഴും ബോധമില്ലായിരുന്നു. രുദ്രൻ അട്ടഹാസത്തോടെ ഖഡ്ഗം വീശിയതും ഭയാനകമായ അലർച്ച ഉയർന്നതും ഒരുമിച്ചായിരുന്നു. സുകുമാരൻ അവിടേക്ക് കുതിക്കുകയായിരുന്നു. ഇനി ഒരു നിമിഷം വൈകിക്കൂടുന്ന സത്യം അവന് തീർച്ചയായിരുന്നു. അവൻ ഇപ്പോൾ ഒരു ഭയാനക അലർച്ച കേട്ടു. സുകുമാരൻ കൂടുതൽ ഭയന്നു. രുദ്രൻ ഒന്നുകൂടെ തന്റെ ഇടതു നെഞ്ചിലേക്ക് നോക്കി. അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എന്തോ തിളങ്ങുന്നു. ചോര ചീറ്റി ചുവരിൽ തെറിച്ചിട്ടുണ്ട്. തിളങ്ങിയത് മുന്നോട്ട് പിന്നെയും തെളിഞ്ഞു. തന്റെ നെഞ്ചിൽ തറച്ചിരുന്നത് വാളായിരുന്നു എന്ന സത്യം അയാൾ തിരിച്ചറിയാൻ നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. തന്റെ കയ്യിലെ വാൾ ദൂരെ തെറിച്ചു കിടക്കുന്നു. പതിയെ അയാൾ പുറകിലേക്ക് തലതിരിച്ചു. അവിടെ അവൾ നിൽക്കുന്നു, പിശാചിനി. അയാൾ അവിശ്വസനീയമായി അവളെ നോക്കി. അവൾ പുച്ഛം കലർന്ന ചിരിയോടെ പറഞ്ഞു, ഇത്രയും കാലം നിനക്ക് ഞാൻ കൂട്ടുനിന്നത് നീ എന്നെ മോചിപ്പിച്ചത് കൊണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് നിനക്കൊപ്പമല്ലായിരുന്നു ഞാൻ. എനിക്ക് മോക്ഷം നൽകാമെന്ന് വാക്ക് തന്നിട്ടുള്ള ചെറുപ്പക്കാരനു വേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യുന്നു. അടുത്ത ക്ഷണം വാതിൽ തകർത്തുകൊണ്ട് സുകുമാരൻ അകത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ ത്രിശൂലമുണ്ടായിരുന്നു. രുദ്രൻ എന്തെങ്കിലും പറയാനാകുന്നതിന് മുമ്പ് അവന്റെ തല മുറിഞ്ഞ് ഹോമത്തിൽ വീണ് കഴിഞ്ഞിരുന്നു. പിശാചിനി അവന്റെ ദേഹത്തു നിന്ന് വാൾ വലിച്ചൂരി. അതും ഹോമത്തിലേക്ക് സമർപ്പിച്ചു. വരൂ, സീമയെ വേഗം എഴുന്നേൽപ്പിക്കൂ. ഇനി എനിക്ക് എന്റെ വാസസ്ഥലത്തേക്ക് പോകാം. ഏതായാലും ഇതൊരക്കില്ലമാണ്. സുകുമാരൻ സീമയെ മന്ത്രജലം തെളിച്ചുണർത്തി. അവളെ അവൻ പതിയെ തോളിൽ കിടത്തി അവിടുന്ന് ഇറങ്ങി. ഉമയുടെ ദേഹത്തുള്ള പിശാചിനി ശങ്കരൻ നമ്പൂതിരിയുടെ മനയിലേക്ക് പുറപ്പെട്ടു. ഈ ഭീകര ദൃശ്യങ്ങൾ കണ്ട് രാപ്പക്ഷികൾ ചിറകടിച്ചു പറന്നകന്നു. വർഷങ്ങൾക്കിപ്പുറം സുകുമാരൻ ഇപ്പോൾ സുകുമാർ എന്ന എഴുത്തുകാരൻ, സീമ അറിയപ്പെടുന്ന നിരൂപക.